ഇലക്ട്രിക് ഡിറ്റനേറ്റർ വായിക്കകത്ത് വെച്ച് പൊട്ടിച്ച് അതിദാരുണമായ കൊലപാതകം. മോഷ്ടിച്ച വസ്തു ഷെയർ ചെയ്യുന്നതിനെ സംബന്ധിച്ചാണ് പ്രശ്നമുണ്ടായത്. സംഭവം നടന്നത് ഹുൻസൂറിലാണ്, കർണാടക ഹുൻസൂറിലുള്ള ദർശിത എന്ന 22 വയസ്സുകാരിയെ കല്യാണം കഴിച്ചിരിക്കുന്നത് അവര് കർണാടകയിലുള്ള പെൺകുട്ടി കണ്ണൂർ കല്യാട് ഉള്ള അവിടെ സുഭാഷ് എന്ന ആളെയാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. കണ്ണൂർ കല്യാട് ചുങ്കസ്ഥാപനത്തിന് സമീപം പള്ളിവേട്ടയ്ക്കൊരു ക്ഷേത്രം, അതിന് സമീപം താമസിക്കുന്ന KV സുമതിയുടെ മകനാണ് സുഭാഷ് ഇപ്പോൾ വിദേശത്താണ് ജോലി ചെയ്യുന്നത്. സുഭാഷിന്റെ ഭാര്യ 22 വയസ്സേ ഉള്ളൂ. ഒരു കുട്ടിയുണ്ട്, അരുന്ധതി. 2.5 വയസ്സ് പ്രായമുണ്ട് കുട്ടിക്ക്. കർണാടകയിൽ നിന്ന് ഹുൻസൂരിൽ നിന്ന് അവളെ വിവാഹം കഴിച്ചിരിക്കുന്നത് കണ്ണൂർ കല്യാടാണ്. ഈ വീട്ടില് ഭർത്താവിന്റെ അമ്മയും ഭർത്താവിന്റെ ഒരു സഹോദരനുമുണ്ട്. കഴിഞ്ഞ വെള്ളിയാഴ്ച അമ്മ ജോലിക്ക് പോയി. അമ്മ KV സുമതിയും കൂടെ ഇളയ മകനും ജോലിക്ക് പോയി. വീട്ടിലെ ആ പെൺകുട്ടി തനിച്ചായ സന്ദർഭം വീട്ടിൽ പറഞ്ഞോ ഇല്ലെന്ന് അറിയത്തില്ല. ഇവര് പോയ പിറകെ അവര് കർണാടകയ്ക്ക് പോയി. ബസ് കയറി അവര് ഹുൻസൂറിലെത്തി. വീട്ടിൽ പറഞ്ഞിട്ടാണ് പോയതെന്ന് തോന്നുന്നു. എന്തായാലും അവര് പോയതിന് പിന്നാലെ ഈ പെൺകുട്ടിയും പോയി. ഇപ്പോൾ ആ പെൺകുട്ടി ഹുൻസൂറിലുള്ള ഒരു ഹോട്ടലില് അതിലൊരു മുറിയില് വായിക്കകത്ത് ഒരു ഡിറ്റനേറ്റർ പൊട്ടി മുഖം വികൃതമായി അവിടെ ലോഡ്ജ് മുറിയിൽ കിടക്കുന്നു. അവരുടെ കൈകൾ രണ്ടും കെട്ടിയിട്ടുണ്ട്. ഈ സംഭവത്തെ സംബന്ധിച്ച് തുടക്കം കഴിഞ്ഞ വെള്ളിയാഴ്ച ഈ സുമതിയുടെ വീട്ടില് അവര് പണിക്ക് പോയപ്പോൾ മരുമകള് ഹുൻസൂർ പോയപ്പോൾ അവരുടെ വീട്ടിൽ പകലൊരു മോഷണം നടന്നു. 4 ലക്ഷം രൂപയും ഏകദേശം 30 പവനും മോഷണം പോയി. സുമതി ഇളയ മകനും ജോലി കഴിഞ്ഞ് വന്നപ്പോൾ വീടിനകത്ത് മോഷണം നടന്നെന്ന് മനസ്സിലായി. മരുമകളില്ല. മകള് വരെ ഹുൻസൂർ പോയി കഴിഞ്ഞു. രാവിലെ പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടാവാം. അതിനുശേഷം വീട്ടിൽ ആരുമില്ല, അതുകൊണ്ട് മോഷണം നടന്നു. അങ്ങനെ നമ്മൾ ചിന്തിക്കുള്ളൂ, പോലീസും അങ്ങനെ ചിന്തിക്കുള്ളൂ. എന്തായാലും ദർശിത 2.5 വയസ്സുള്ള കൊച്ചും ബസ് കയറിയാണ് പോയത്. കുഞ്ഞിനെ അവരുടെ വീട്ടിലെത്തിച്ചിട്ടുണ്ട്. പക്ഷേ അവര് ഒരു മുറിയിൽ കൊല്ലപ്പെട്ട് കിടക്കുന്ന അതിദാരുണമായ ദൃശ്യമാണ് പോലീസിനും അവിടുത്തെ ലോഡ്ജ് ഉടമകൾക്കും കാണാൻ കഴിഞ്ഞത്. വളരെ ആസൂത്രിതമായ ഒരു കവർച്ചയാണ്. അതിനകത്ത് 22 വയസ്സുകാരെ ദർശിതയും അവളുടെ കാമുകനായ സിദ്ധാരാജു എന്ന ഒരു 22 വയസ്സുകാരൻ. ഇവർക്ക് 22, അവനും 22, ഒന്നിച്ച് പഠിച്ചവരായിരിക്കാം. പക്ഷെ ഇവരെ വിവാഹം കഴിച്ചിരിക്കുന്നത് കണ്ണൂർ കല്യാട്ടാണ്. അപ്പം ആ ബന്ധം തുടരുന്നുണ്ടായിരുന്നു എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് അവള് ബസ് കയറി അവള് ഹുൻസൂറിലെത്തി. അവര് ബസ്സിൽ കയറിയിട്ട് കർണാടക ഹുൻസൂർ പോകുന്ന വഴിക്ക് അവര് ഇവരുടെ സുഹൃത്തിനെ വിളിച്ചിരിക്കുന്നു മൊബൈലിൽ. സിദ്ധാരാജു എന്ന് പറയുന്ന ആളെ വിളിച്ചിരിക്കുന്നു. അയാൾ അവരുടെ വീടിനടുത്ത് കാത്തുനിന്നു. അയാളുടെ ബൈക്കിൽ ഈ കൊച്ചിനെ ഇവളെയും കയറ്റി അവരുടെ വീട്ടിലാക്കിയിട്ട് ഇവർ രണ്ടുപേരും മടങ്ങി. അവര് ഹുൻസൂറിലുള്ള ഹോട്ടലിൽ പോയി മുറിയെടുത്ത ശേഷം അവര് സ്വർണവും 2 ലക്ഷം രൂപയും സിദ്ധാരാജുവിന് കൊടുക്കാമെന്നാണ് പറഞ്ഞത്. 2 ലക്ഷം രൂപ കൊടുത്തു. പക്ഷെ സ്വർണം അയാളോട് വിൽക്കാൻ ശ്രമിച്ചിരിക്കാം. അയാൾ നോക്കിക്കഴിഞ്ഞപ്പം അത് ഗിൽറ്റാണ്, അത് ഒറിജിനൽ സ്വർണമല്ല. അതിനെ സംബന്ധിച്ച് മുറിയിൽ കിടന്ന് രണ്ടുപേരും തർക്കം ഉണ്ടായി. അതിനുശേഷം ഹോട്ടൽ ജീവനക്കാര് കാണുന്നത് ഇയാൾ വെളിയിൽ കൗണ്ടറിൽ വന്ന് പറഞ്ഞു, ഞാൻ ആഹാരം വാങ്ങിച്ചിട്ട് വരാം, ഭാര്യ തന്നെയുള്ളൂ മുറിയിൽ എന്ന് പറഞ്ഞിട്ട് പോയി. തിരിച്ചയാൾ വന്നപ്പോൾ മുറി പൂട്ടിയിരിക്കുന്നു.
ഇയാൾ ബഹളം വെച്ചു. ഹോട്ടൽ ജീവനക്കാർ വന്നു. മുറി അകത്തുനിന്ന് പൂട്ടിയിരിക്കുന്നു. ഭാര്യയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചിരിക്കാം എന്ന് പറഞ്ഞ് ബഹളം വെച്ചു. ഹോട്ടലിന്റെ മുറിയുടെ വാതിൽ ചവിട്ടിപ്പൊളിച്ചു. അവരകത്ത് കയറിപ്പോവും. അതിദാരുണമായ ഒരു രംഗമാണ് കാണുന്നത്. മുഖവും വായുവെല്ലാം പൊട്ടിത്തെറിച്ച് വികൃതമായിരിക്കുന്നു. അവരെ കൈകൾ കെട്ടിയിട്ടുണ്ട്. ഒരു ഡിറ്റനേറ്റർ വായിക്കാത്തിരിപ്പുണ്ട്. ഇലക്ട്രിക് ഡിറ്റനേറ്റർ. അത് പൊട്ടിത്തെറിക്കും. ആ ശബ്ദം കേൾക്കാതിരിക്കാൻ തുണി കൂട്ടി വെച്ചിരിക്കുന്നു എന്ന് തോന്നി. പക്ഷേ അവരുടെ കൈകൾ കെട്ടിയിരിക്കുന്നതിൽ നിന്ന് സംശയമായി. സിദ്ധാരാജുവിനെ തന്നെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തു. വീട്ടിലെ 4 ലക്ഷം രൂപയും കണ്ണൂര് അതിൻ്റെ കൂടെ 30 പവനും മോഷണം പോയതിന് പകലൊരു കൊള്ള നടന്നതിന് അവിടെ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അത് ഇരിട്ടി ഡിവൈഎസ്പി ഇരിക്കൂർ സർക്കിളുമാണ് അന്വേഷിക്കുന്നത്. ഇരിട്ടി ഡിവൈഎസ്പിയുടെ കീഴിലാണ് ഈ കണ്ണൂരെ ഇവര് താമസിക്കുന്ന സ്ഥലം. എന്തായാലും 4 ലക്ഷം രൂപയും 30 പവനും എടുത്തതിൽ 2 ലക്ഷം രൂപ അയാൾക്ക് കൊടുക്കുകയും അതേസമയത്ത് സ്വർണം എത്ര പവനെന്നറിയില്ല, പകുതി കൊടുത്തിട്ടുണ്ടാവും. ആ പകുതി സ്വർണം ഗിൽറ്റ് വെച്ച സ്വർണമാണ്. അവിടെയാണ് തർക്കം ഉണ്ടായത്. അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് ആ പെൺകുട്ടി 22 വയസ്സേ ഉള്ളെങ്കിലും വളരെ ക്ലവറായിട്ട് മൂവ് ചെയ്തിരിക്കുന്നു. വീട്ടിൽ നിന്ന് അവള് തന്നെ ആയിരിക്കണം സ്വർണം കിടത്തിക്കൊണ്ട് പോയത്, യാതൊരു സംശയമില്ല. അവൾ പോകാൻ നേരത്തെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ടാവും. അതിനുശേഷം വീട് മോഷണം നടന്നതായിട്ട് അവരുടെ മദർലോയും ഭർത്താവിൻ്റെ അനിയനും വന്നപ്പോൾ അവർ കണ്ടു. അതിനകത്ത് മരുമകളെ സംശയിച്ചേ ഇല്ല. കാരണം അവള് കൊച്ചിനെയും കൊണ്ട് പോയിരിക്കുകയാണ്. ആ സമയത്ത് വീട്ടിൽ ആരുമില്ല എന്ന് അറിയുന്ന ആരോ ആണ് ആ വീട്ടിൽ മോഷണം നടത്തിയെന്ന് കരുതുന്നു. എന്തായാലും സിദ്ധാരാജു എന്ന 22 വയസ്സുകാരന് അവൻ ഉദ്ദേശിച്ച പണം ലഭിച്ചില്ല. 2 ലക്ഷം രൂപ കൊടുത്തു. എങ്കിലും സ്വർണം 30 പവൻ അവിടെ ഉണ്ട് എന്നൊക്കെ അവൻ മനസ്സിലാക്കിയിട്ടുണ്ടാവണം. പക്ഷെ സ്വർണം ഗിൽറ്റാണ്. അത് ഈ പെൺകുട്ടി തന്നെ ഭർത്താവിന്റെ വീട്ടുകാരറിയാതെ ചെയ്തു വെച്ചതാണോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ആ വീട്ടില് നിന്നും ഈ സ്വർണവും പണവും മോഷ്ടിച്ചുകൊണ്ട് പോയത് ഈ പെൺകുട്ടിയാണെന്ന് തന്നെ സംശയിക്കേണ്ടിയിരിക്കുന്നു. അല്ല, സിദ്ധാരാജു അവിടെ വന്നു എന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. സിദ്ധാരാജു ഉൺസൂറിനടുത്ത് അയാൾ വെയിറ്റ് ചെയ്തു, ഇവിടെ പ്രതീക്ഷിച്ച്. ഇവള് ബസ്സിൽ അവിടെ ഇറങ്ങി. വിരാജ്പേട്ടയിൽ ആദ്യം പോയി. വിരാജ്പേട്ടയിൽ നിന്നാണ് ഉൺസൂർ എത്തിയത്. അവിടെ നിന്ന് ഇയാളുടെ ബൈക്കിലിരുന്ന് വീട്ടിൽ കൊച്ചിനെ കൊണ്ടാക്കിയിട്ട് രണ്ടുപേരും തിരിച്ചു വന്നു. അവര് ഉൺസൂർ ഒരു ഹോട്ടലിൽ ഒന്നിച്ചു കഴിഞ്ഞു. മധുവിധ കൂട്ടി ഉണ്ടാവും, അല്ലെങ്കിൽ പഴയ പരിചയം പുതുക്കിയിട്ടുണ്ടാവും. രണ്ടുപേരും ഒന്നിച്ചു പഠിച്ചവരാണ്. ആ പെൺകുട്ടിയുടെ വീടിനടുത്താണ് സിദ്ധാരാജു. ദർശിത ഇയാളോട്ട് അവിഹിത ബന്ധവുമുണ്ട്. ആ ബന്ധം വെച്ചുകൊണ്ട് തന്നെയാണ് ആ വിവാഹം കഴിഞ്ഞത്. കണ്ണൂര് അവർ പോയി ആ വിദേശത്ത് ജോലിയുള്ള പയ്യനെ വിവാഹം കഴിച്ചപ്പം ഈ ബന്ധങ്ങളൊക്കെ മറച്ചു വെച്ചു. എങ്കിലും അയാൾ വിദേശത്തായതുകൊണ്ട് ആ ബന്ധം തുടർന്നിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 2.5 വയസ്സുള്ള കുഞ്ഞു കൊച്ചിനെ അരുന്ധതിയെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് അവര് ഉൺസൂർ വീട്ടിലാക്കിയിട്ട് വന്ന് ഇയാളുമായിട്ട് ലോഡ്ജിൽ താമസിച്ചു. അതിനുശേഷമാണ് വീതം വെപ്പ് നടന്നത്. എന്തായാലും വായിക്കകത്ത് ഡിറ്റനേറ്റർ വെച്ച് നമുക്കറിയാം, ഡിറ്റനേറ്റർ എക്സ്പ്ലോഡ് ചെയ്യും. അത് ഇലക്ട്രിക്കലായിട്ട് കുത്തിക്കഴിഞ്ഞാൽ, വയർ കുത്തിക്കഴിഞ്ഞാൽ അപ്പോൾ എക്സ്പ്ലോഡ് ചെയ്യും. അപ്പോൾ അങ്ങനെ അവരുടെ മുഖം, ചെറിയൊരു എക്സ്പ്ലോഷൻ ഉണ്ടായി. അവരുടെ മുഖമെല്ലാം പൊട്ടി തകർന്നു പോയി, വികൃതമായി, ബ്ലീഡ് ചെയ്തു. അങ്ങനെ കട്ടിലേ കിടക്കുന്ന ആ സ്ത്രീയുടെ കൈകൾ ബന്ധിച്ചിട്ടുണ്ട്, കാലുകളും ബന്ധിച്ചിട്ടുണ്ടെന്നാണെന്ന് തോന്നുന്നു. അങ്ങനെ മറ്റൊരാൾ ബന്ധിപ്പിക്കാതെ അല്ലെങ്കിൽ ബന്ധിച്ച് കിടത്തിയ ശേഷം മാത്രമാണ് ഡിറ്റനേറ്റർ വായി കുത്തി വെച്ചിട്ട് അത് സ്വിച്ച് അല്ലെങ്കിൽ അത് പ്ലഗ് അവിടുത്തെ സ്വിച്ചിന്റെ ബോർഡിൽ കുത്തി കഴിഞ്ഞാൽ എക്സ്പ്ലോഡ് ചെയ്യും. വലിയ എക്സ്പ്ലോഷൻ ഉണ്ടാകത്തില്ല. അത് ഉണ്ടാകാതിരിക്കാനും ആ ശബ്ദം കേൾക്കാതിരിക്കാൻ വായിലോ ആ ലോഡ്ജിലെ ആ ഹോട്ടലിലെ ഷീറ്റ് എടുത്ത് വായിക്കകത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. എന്തായാലും സാലിഗ്രാം സ്വദേശിയായ സിദ്ധാരാജുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. സിദ്ധാരാജുവും ഈ പെൺകുട്ടിയും ഒരേ പ്രായക്കാരാണ്. അയാളുടെ കള്ളത്തരം പോലീസിനും അവിടെയുള്ള ഹോട്ടൽ ജീവനക്കാർക്കും മനസ്സിലായി. പൂട്ടിയിട്ട ശേഷം അയാൾ വെളിയിൽ പോയി ആഹാരം വാങ്ങിച്ചിട്ടും തിരിച്ചു വന്നപ്പോൾ വാതിലകത്ത് നിന്ന് പൂട്ടി ഇരിക്കുന്നു എന്നൊരു കള്ളക്കഥ പറഞ്ഞു. എൻ്റെ ഭാര്യ ആത്മഹത്യ ചെയ്തിട്ടുണ്ടാവും എന്ന് ഉറക്ക വിളിച്ചു പറഞ്ഞു എന്ന് പറഞ്ഞു. അതൊരു ആത്മഹത്യയാക്കാനാണ് അയാൾ ശ്രമിച്ചതെന്ന് തോന്നുന്നു.
അത് വിലപ്പോയില്ല. ഏതായാലും വിദേശത്തുണ്ടായിരുന്ന ഭർത്താവ് വന്ന് അവര് ആ ഭാര്യയുടെ വീട്ടുകാരുടെ അവിടെ അയാൾ ചെന്നിരിക്കുന്നു. കാരണം കുട്ടിയെ തിരിച്ചെടുക്കേണ്ടിയിരിക്കുന്നു. കുട്ടിയുടെ അമ്മയാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. അതിന് വഴിയൊരുക്കിയത് ആ സ്ത്രീ തന്നെയാണ്. കാരണം ദർശിത കള്ളിയാണെന്നേ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇതെല്ലാം ആസൂത്രണം ചെയ്ത് തൻ്റെ പഴയ കാമുകനുമായിട്ട് ആസൂത്രണം ചെയ്ത് തൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാരെ പറ്റിച്ച് അത്ര സ്വർണവും വസ്തുക്കളും കൈക്കലാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് അവർ ഈ മരണം സ്വീകരിക്കേണ്ടി വന്നത്.